ഹലോ എവരിവൺ, ഇറ്റ്സ് മീ മിസ്റ്റർ മാക്സ്. നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. ആൻഡ് ജൂൺ 2022 വന്നിട്ടുള്ള ഒരു ചോദ്യം നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈക്വൽ ടു സെറ്റ് ബിൽഡർ ഫോമാറ്റിലാണ് തന്നിട്ടുള്ളത്. എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ -4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. സോ നമ്മൾ സെറ്റ് തന്നിട്ടുള്ളത് എക്സ് എങ്ങനെയായിരിക്കണം, എക്സ് ബിലോങ്സ് ടു ആർ ആണ്. ആൻഡ് എക്സ് 5 5നേക്കാൾ ചെറുതോ എന്നാൽ -4നേക്കാട്ടും വലുതുമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് നമ്മൾ റിയൽ ലൈനാണ് എടുത്തിട്ടുള്ളത് അല്ലേ, നമുക്ക് റിയൽ ലൈനാണ് നോക്കേണ്ടത്. സോ ഇവിടെ ഇൻറ്റീജേഴ്സ് നമ്പേഴ്സും 0 ഉൾപ്പെടെ എല്ലാ ഇൻറ്റീജർ നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും ഒക്കെ ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സും റിയൽ ലൈൻ ഉണ്ടായിരിക്കും. സോ നമ്മൾ -4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയുന്ന ആ ഒരു സെറ്റിനെ ഇൻ്റർവെൽ ആയിട്ടാണ് നമുക്ക് സൂചിപ്പിക്കാൻ പറ്റുന്നത്. ഓക്കെ, ആൻഡ് നമ്മളിത് സെറ്റിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ -4 എക്സിന് ബാധകമല്ല, അതായത് -4 എന്ന് പറയുന്നൊരു എലമെൻറ്റ് എന്തിലില്ല, നമ്മളെ സെറ്റിലില്ല. സോ ആ ഭാഗത്ത് നമ്മളെ സെറ്റിൽ എലമെൻ്റ് ഇല്ല എങ്കിൽ നമ്മൾ ഓപ്പൺ ഇൻ്റർവെല്ലാണ് കൊടുക്കാറ്. ആൻഡ് ആ എലമെൻറ്റ് സെറ്റിൽ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ് കൊടുക്കാറ് അല്ലേ. ആൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ മുതൽ എവിടെ വരെയാണോ ആ നമ്പേഴ്സാണ് നമ്മൾ ഇൻ്റർവെല്ലായിട്ട് സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻ്റായിട്ട് കൊടുക്കുന്നത്. സോ -4 മുതൽ 5 വരെയാണ് നമ്മളെ സെറ്റ് വരുന്നത്. -4 മുതൽ 5 വരെയുള്ള എലമെൻറ്റ്സ് ആണ് നമുക്ക് സെറ്റായിട്ട് എഴുതേണ്ടത്. ആൻഡ് -4 ഇതിൽ ഇല്ല. സോ -4ൻ്റെ സൈഡ് ഓപ്പൺ ആൻഡ് 5ൻ്റെ സൈഡ് ക്ലോസ്ഡ്. 5 അവിടെ ഉണ്ട്. ഓക്കെ, സോ ഏതായിരിക്കും ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ എ ആണ് അല്ലേ. -4, 5 ക്ലോസ്ഡ് 5ഉം ആൻഡ് ഓപ്പൺ -4ഉം ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് എ ഈക്വൽ ടു 1 2 3 4 5 6 7 8. നാച്ചുറൽ നമ്പേഴ്സ് 8 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സാണ് സെറ്റായിട്ട് തന്നിട്ടുള്ളത്. ആൻഡ് എ റിലേഷൻ ആർ ഫ്രം എ ടു എ ഈസ് ഡിഫൈൻഡ് ബൈ r equal to the ordered pair xy such that 2x minus y equal to 0 where x, y belongs to a. ഓക്കെ, നമ്മുടെ r ഞാനിതാ ഒന്നുകൂടി മാറ്റി എഴുതാണ്. r എന്ന് പറയുന്നത് സെറ്റ് ഓഫ് x, y such that 2x minus y equal to 0 ആൻഡ് x, y എവിടെയായിരിക്കണം? a എന്ന് പറയുന്ന സെറ്റിലായിരിക്കണം. നമ്മളെ a എന്താണ് തന്നിട്ടുള്ളത്? 1 2 3 4 5 6 7 8. ഓക്കെ, ഇങ്ങനെ 8 നമ്പേഴ്സാണ് നമ്മളെ സെറ്റ് എയിലുള്ളത്. ആൻഡ് റിലേഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? 2x minus y equal to 0 അഥവാ 2x equal to y എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നും വേണ്ട, ഒന്നും ചിന്തിക്കേണ്ട. റിലേഷൻ എയിൽ നിന്ന് എയിലേക്കാണ്. അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്നൊരു സെറ്റും എയിലേക്ക് തന്നെയാണ് നമുക്ക് മാപ്പ് ചെയ്യാനുള്ളത് അല്ലേ. സോ ഞാൻ 1 2 3 4 5 6 7 8 എൻ്റെ ഡൊമൈനും റേഞ്ചും വരുന്നത് 1 2 3 4 5 6 7 8 തന്നെയാണ് അല്ലേ. ഓക്കെ, അപ്പം ഡൊമൈൻ ആൻഡ് റേഞ്ച് അല്ല, അതായത് നമ്മളെ സെറ്റ് മാപ്പ് വരുന്നത് എയിൽ നിന്ന് എയിലേക്കാണ്. ഇനി ഡൊമൈനും റേഞ്ചും നമുക്ക് കണ്ടെത്തണം. ഓക്കെ, ആൻഡ് എക്സിന് ഞാൻ ഈ റിലേഷനിൽ എക്സിന് ഞാൻ ഓരോ എലമെൻറ്റ്സ് കൊടുക്കുകയാണ്. 1 2 3 അങ്ങനെ 8 വരെയുള്ള നമ്പേഴ്സ് കൊടുക്കുകയാണ്. ആൻഡ് എക്സിന് 1 കൊടുക്കുന്ന സമയത്ത് എന്താണ് വരിക? 2 വരും. 2 എക്സിന് 1 കൊടുക്കുന്ന സമയത്ത് y എന്ത് വരും? 2 വരും. സോ 1, 2 അതാണ് ആദ്യത്തെ ഒരു റിലേഷൻ, ആദ്യത്തെ ഒരു പെയർ അതാണ്. ആൻഡ് 2 കൊടുക്കുന്ന സമയത്ത് എന്ത് വരും? 4 വരും. നമ്മൾ ഏതാണോ എക്സ് ആക്സിസിൽ എടുക്കുന്നത് അതിൻ്റെ ഡബിൾ ആയിട്ടാണ് y ആക്സിസിൽ വരാൻ പോകുന്നത്. ഓക്കെ, 2, 4 ആൻഡ് 3, 6 4, 8. ഇനി 5 എടുത്തു കഴിഞ്ഞാൽ 5ൻ്റെ എലമെൻറ്റ് 5ൻ്റെ ഡബിൾ എത്രയാണ്? 10 ആണ്. പക്ഷെ 10 എവിടെ ഇല്ല? 10 എവിടെ ഇല്ല? എ എന്ന് പറയുന്ന ഒരു സെറ്റിൽ ഇല്ല. 10 ഡസ് നോട്ട് ബിലോങ്സ് ടു എ ആണ് അല്ലേ. സോ 5 10 എന്ന് പറയുന്ന ഒരു ഓർഡർഡ് പെയർ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. ആൻഡ് നമുക്ക് എത്ര പെയേഴ്സാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്? നമ്മളെ റിലേഷൻ എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ റിലേഷൻ വരുന്നത് അതിനെ റോസ്റ്റർ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും? 1, 2 2, 4 ആൻഡ് 3, 6 4, 8.
ക്ലിയർ ആണല്ലോ. അതായത് 1നെ 2ലേക്ക് മാപ്പ് ചെയ്തു, 2നെ 4ലേക്ക് മാപ്പ് ചെയ്തു, 3നെ 6ലേക്ക് മാപ്പ് ചെയ്തു, ആൻഡ് 4നെ 8ലേക്ക് മാപ്പ് ചെയ്തു. അപ്പോൾ ഇതിൽ ഡൊമൈൻ ആയിട്ട് വരുന്നത് ഏതാണ്? ഈ 4 എലമെൻറ്റ്സ് മാത്രമാണ് നമുക്ക് ഡൊമൈൻ. ആൻഡ് ഇവിടെ വന്നിട്ടുള്ളത് 2, 4, 6, 8. ഇതാണ് എൻ്റെ റേഞ്ച്. റിലേഷൻ്റെ റേഞ്ച് വരുന്നത് 2, 4, 6, 8 ആണ്. അപ്പോൾ ഒന്ന് മാറ്റി എഴുതാം, ഡൊമൈൻ. അല്ലെങ്കിൽ നമ്മൾ റിലേഷൻ ആദ്യം എടുത്ത് എഴുതി കഴിഞ്ഞാൽ അതിൽ ഓരോ ഓർഡേർഡ് പെയറിലെയും ആദ്യത്തെ എലമെൻറ്റ് അതാണ് നമ്മുടെ ഡൊമൈൻ ആയിട്ട് വരുന്നത്. ആൻഡ് റേഞ്ച് വിൽ ബി 2, 4, 6 ആൻഡ് 8. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് നമുക്ക് അടുത്തൊരു ചോദ്യം, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് mod x + 1 ആണ്. ഓക്കെ, mod x മോഡുലസ് ഫംഗ്ഷനാണ്. നമ്മൾ ഫംഗ്ഷൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ഒന്ന് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക. ആൻഡ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് എന്തായാലും പഠിച്ചു വെക്കുക. അത് വെച്ചിട്ടൊരു ചോദ്യം എന്തായാലും ഉണ്ടാവും. നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു 7 ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട്. പ്ലസ് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, സോ നമുക്ക് ഫംഗ്ഷൻ വന്നിട്ടുള്ളത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു mod x + 1 ആണ്. ആൻഡ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എഫ് എന്ന് പറയുന്നത് ആർ ടു ആർ ആണ്, റിയൽ വാല്യൂഡ് ആണ്. ഓക്കെ, നമ്പേഴ്സ് ആർ മുതൽ ആറിൽ നിന്ന് ആറിലേക്കാണ്. എൻ്റെ ഡൊമൈനും റേഞ്ചും വരുന്നത് ആറിൽ നിന്ന് ആറിലേക്കാണ്. ഓക്കെ, ആൻഡ് ഡൊമൈൻ ആൻഡ് റേഞ്ച് എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഫംഗ്ഷൻ മാപ്പ് വരുന്നത് ആറിൽ നിന്ന് ആറിലേക്കാണ്. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു mod x + 1 ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം mod x എന്തായിരുന്നു എന്നൊന്ന് നോക്കിക്കളയാം. mod x വരുന്നത്, mod x എന്ന് വെച്ചാൽ എന്താണ്? ഏതൊരു എക്സിന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും അത് പോസിറ്റീവായിട്ട് മാറും അല്ലേ? mod x വരുന്നത്, എൻ്റെ ഫംഗ്ഷൻ mod x വരുന്നത് x when x greater than 0 and 0 x equal to 0 minus x when x less than 0 and x belongs to എവിടെയാണ്? R ആണ്. ഇതാണ് എൻ്റെ mod xൻ്റെ ഫംഗ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ mod x എന്ന് പറയുന്ന ഗ്രാഫ് എങ്ങനെയായിരുന്നു? mod x എന്ന് പറയുന്ന ഗ്രാഫ് ഒരു V ഷേപ്പ്ഡ് ആയിട്ടുള്ള ഗ്രാഫാണല്ലേ? ആൻഡ് അതായത് ഇവിടെ 1 എടുത്തു കഴിഞ്ഞാൽ എനിക്ക് y ആക്സിസിലും 1 ആണ് വരിക, 1, 1 എന്ന് പറയുന്നൊരു പെയർ വരും. ആൻഡ് 2 എടുത്തു കഴിഞ്ഞാൽ അവിടെ എനിക്ക് 2, 2, 2 ആണ് വരിക അല്ലേ? 2 and 2 ആണ് വരിക. ഇവിടെ 2 ആൻഡ് ഇവിടെ 2. എനിക്ക് ഇവിടുത്തെ ഫംഗ്ഷൻ വാല്യൂ വരുന്നത് 2, 2 ആണ്. ആൻഡ് ഇവിടെ 1, 1, 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1, 1 ആണ് വരുന്നത്. അതേപോലെ തന്നെ ഞാൻ -2 എടുത്തു കഴിഞ്ഞാലും -2 0നേക്കാൾ ചെറുതാണ്. അതിൻ്റെ നെഗറ്റീവ് വരുന്ന സമയത്ത് എനിക്കത് 2, -2, 2 തന്നെയാണ് എൻ്റെ ഫംഗ്ഷൻ വാല്യൂ വരുന്നത്. ഓക്കെ, ഇതാണ് mod xൻ്റെ ഗ്രാഫ് വരുന്നത്. ആൻഡ് mod x + 1 വരുന്ന സമയത്ത് നമുക്ക് റാൻഡമായിട്ട് കുറച്ച് വാല്യൂസ് എടുത്ത് നോക്കാം. എഫ് ഓഫ് എക്സ് വാല്യൂസ്, എക്സും എക്സ് വാല്യൂസും നോക്കാം. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂസും നോക്കാം. 1 എടുക്കുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് എന്താണ് സംഭവിക്കുക? എഫ് ഓഫ് എക്സ് mod 1 + 1 ആണ്, അതായത് 1. ആൻഡ് 2 എടുക്കുന്ന സമയത്ത് mod 2 + 1 എന്ത് വരും? 3 വരും. ആൻഡ് 0 എടുക്കുന്ന സമയത്തോ mod 0 + 1 അത് 1 തന്നെ. ആൻഡ് -1 എടുക്കുന്ന സമയത്ത് mod -1 + 1, mod of -1 എന്താണ്? 1, 1 + 1 2. ആൻഡ് -2 എടുക്കുന്ന സമയത്ത് mod -2 + 1 which is also equal to 3. Okay, so എൻ്റെ x ആക്സിസ്, സോറി എൻ്റെ y ആക്സിസ്, എൻ്റെ x ആക്സിസ്. ആൻഡ് ഞാൻ 1 കൊടുക്കുന്ന, ഓക്കെ 0, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 0 കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? അത് 1ലേക്കാണ് പോകുന്നത് അല്ലേ? 0 എന്ന് പറയുന്ന പോയിന്റ് 1ലാണ്. ആൻഡ് 1 എടുക്കുന്ന സമയത്ത് അത് പോകുന്നത് 2ലേക്കാണ് അല്ലേ? 1 എടുക്കുന്ന സമയത്ത് എൻ്റെ ഫംഗ്ഷൻ വാല്യൂ പോകുന്നത് 2ലേക്കാണ്. ഞാൻ ഫംഗ്ഷൻ വാല്യൂസിനെ ഈ ഡോട്ട് ഇട്ട് വരയ്ക്കുന്നു. ആൻഡ് 2 എടുക്കുന്ന സമയത്തോ ഫംഗ്ഷൻ വാല്യൂ പോകുന്നത് 3ലേക്കാണ്. ഓക്കെ, 3ലേക്കാണ്. അതേപോലെ തന്നെ -1 എടുക്കുന്ന സമയത്ത് എനിക്ക് വന്നത് എന്തായിരുന്നു? 2 തന്നെയാണ്. ആൻഡ് 2 എടുത്ത സമയത്ത് വന്നതും -2 എടുത്തപ്പോൾ വന്നതും എന്താണ്? 3 ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇൻഡിജേഴ്സ് മാത്രം വെച്ചിട്ടാണ് റാൻഡമായിട്ട് എടുക്കുന്നത്. ആൻഡ്
നിങ്ങൾ ഒന്നുകൂടി ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഫംഗ്ഷൻ R to Rലേക്കാണ്. അതായത് ഇതിനിടയിലുള്ള ഓരോ വാല്യൂസിനും ഇടയിൽ കുറേ നമ്പേഴ്സ് വരുന്നുണ്ടല്ലേ. ആൻഡ് ഇതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ വാല്യൂസ് വരുന്നുണ്ടാവും. അതിനോട് ഇതിൻ്റെയൊക്കെ മോഡ് എടുത്ത് +1 ചെയ്ത് കഴിഞ്ഞാൽ അതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു വാല്യൂ, ഇവിടെ ഒരു വാല്യൂ, ഇവിടെ ഒരു വാല്യൂ, അങ്ങനെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർമ്മയിൽ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഗ്രാഫ് വരുന്നത് ഇതാ ഇങ്ങനെ. ആൻഡ് 1ൽ നിന്ന് പിന്നെ അത് പോകുന്നത് ഇങ്ങനെ. ഓക്കെ, ഇതാണ് എൻ്റെ മോഡ് x+1 എന്ന് പറയുന്ന ഗ്രാഫ്. ക്ലിയർ ആണല്ലോ. നമ്മളോട് ഡൊമൈൻ ആൻഡ് റേഞ്ച് ചോദിച്ചിട്ടില്ല. എന്നിരുന്നാലും നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം ഡൊമൈൻ ആൻഡ് റേഞ്ച്. നിങ്ങൾക്ക് ഫംഗ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ അധികവും എന്തായിരിക്കും, ഡൊമൈൻ ആൻഡ് റേഞ്ച് ചോദിച്ചിരിക്കും. നമ്മുടെ ഡൊമൈൻ വരുന്നത് എന്താണ്? നമുക്ക് ഡൊമൈനായിട്ട് വരുന്നത് R തന്നെയാണ് അല്ലേ. Rലുള്ള ഏത് നമ്പേഴ്സും നമുക്ക്, റിയൽ നമ്പറായിട്ട് വരുന്ന ഏത് നമ്പേഴ്സും നമുക്ക് ഡൊമൈനായിട്ട് എടുക്കാം. അതിനൊക്കെ ഫംഗ്ഷൻ വാല്യൂ കിട്ടും. ആൻഡ് റേഞ്ച് എന്താണ് വരുന്നത്? റേഞ്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫംഗ്ഷൻ വാല്യൂ എത്രയാണ് വരുന്നത്? പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമാണ് വരുന്നത്. ആൻഡ് അത് 1ൽ നിന്നാണ് മുകളിലേക്ക് പോകുന്നത്. 1 to infinity ആണ് നിങ്ങളെ 1 to infinity. ആൻഡ് 1 എന്ന് പറയുന്ന വാല്യൂ ഇൻക്ലൂഡഡ് ആണ്. ഫംഗ്ഷൻ വാല്യൂ 0 കൊടുക്കുന്ന സമയത്ത് 1 കിട്ടുന്നുണ്ട്. സോ 1 എന്ന് പറയുന്ന ഒരു വാല്യൂ അതിലുണ്ട്. സോ ഞാൻ അവിടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ കൊടുക്കുകയാണ്. ആൻഡ് ഇൻഫിനിറ്റി എപ്പോഴും ഓപ്പൺ ആയിരിക്കും. നമുക്ക് ആ നമ്പർ എന്താണെന്ന് അറിയില്ല. സോ അത് ഇൻക്ലൂഡഡ് ആണോ അല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് അവിടെ ഓപ്പൺ ആയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ നോക്കിയിട്ടുള്ളത്? എങ്ങനെ ഒരു ഇൻ്റർവെൽ അല്ലെങ്കിൽ ഒരു സെറ്റിൻ്റെ റോസ്റ്റർ ഫോം എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് കണ്ടുപിടിച്ചു. ആൻഡ് നമ്മൾ റിലേഷൻ്റെ ഡൊമൈൻ ആൻഡ് റേഞ്ച് കണ്ടുപിടിച്ചു. ആൻഡ് ഒരു ഗ്രാഫ് എക്സ്ട്രാ നമുക്ക് ഓൾറെഡി മോഡുലസിൻ്റെയോ അല്ലെങ്കിൽ ബാക്കി ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫ് അറിയാം. ആൻഡ് അത് വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് എക്സ്റ്റെൻഡഡ് ആയിട്ട് കുറച്ച് ഗ്രാഫ് വരയ്ക്കാനാണ് ചോദ്യത്തിലുള്ളത്. ആൻഡ് മോഡ് x+1 ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മോഡ് x 0 മുതലാണ് പോകുന്നതെങ്കിൽ മോഡ് x+1 1ൽ നിന്നും പോകുന്ന ഒരു V ഷേപ്പാണ്. ഓക്കെ, 1ൽ നിന്ന് പോകുന്ന ഒരു V ഷേപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, മോഡ് x+2 എന്തായിരിക്കും കിട്ടുക? നേരെ ഈ 2ൽ നിന്ന് പോകുന്ന ഒരു V ഷേപ്പ്ഡ്, ഓക്കെ, 2ൽ കൂടെ പോകുന്ന ഒരു V ഷേപ്പ്ഡ് ലൈനായിരിക്കും നിങ്ങൾക്ക് എന്ത് വരുന്നത്? മോഡ് x+2 വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ത്രൂ അറിയിക്കാം, അല്ലെങ്കിൽ ഇമെയിൽ അയക്കാവുന്നതാണ്. So once again, it's me, Mr. Max, signing off. Goodbye.